നമസ്കാരം. ഞാൻ ഡോക്ടർ ടി എൽ സുധാകരൻ നായർ, പുനലൂർ. ഞാൻ സ്ഥിരമായി എൻ്റെ യൂട്യൂബ് ചാനലിൽ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളെ അധികരിച്ച് ഇടയ്ക്കിടയ്ക്ക് പ്രഭാഷണങ്ങൾ നടത്താം. ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മുടെ തൊലിപ്പുറത്ത് വരുന്ന രോഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ആദ്യത്തെ ദിവസം ബിനൈൻ സ്വെല്ലിങ്സ് ഓഫ് ദി സ്കിൻ, അതായത് ക്യാൻസർ അല്ലാത്ത സാധാരണ മുഴകളെപ്പറ്റി. രണ്ടാമത്തെ ദിവസം ക്യാൻസർ ആകുന്ന മുഴകളെപ്പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇന്ന് ഞാൻ സ്കിൻ ഇൻഫെക്ഷൻസിനെ പറ്റി പറയാൻ ഉദ്ദേശിക്കുക. തൊലിപ്പുറത്ത് വരുന്ന ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ പഴുപ്പ്, ബാക്ടീരിയൽ ഇൻഫെക്ഷനെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് മലയാള ഭാഷയിൽ കഴിവതും സാങ്കേതിക പദങ്ങൾ ഒഴിവാക്കിയാണ് ഞാൻ പറയുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ പരമായ വിഷയങ്ങൾ സാധാരണ ജനങ്ങൾക്കും സ്റ്റുഡൻസിനും പാരാമെഡിക്കൽ സ്റ്റുഡൻസിനും നേഴ്സിംഗ് സ്റ്റുഡൻസിനുമൊക്കെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സാഹസത്തിൽ വരുന്നത്. അപ്പോൾ നമുക്ക് സ്കിൻ ഇൻഫെക്ഷൻസിനെ പറ്റി പറയാം. നമ്മുടെ ശരീരത്തിൽ സ്കിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ജോലിയുള്ള ഒരു അവയവമാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയ അവയവം ഏതെന്ന് ചോദിച്ചാൽ സ്കിന്നെന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാര്യം സർഫസ് ഏരിയ നോക്കുമ്പോൾ ഇത്രയും നമ്മുടെ ശരീരം മൊത്തം പൊതിഞ്ഞിരിക്കുന്ന കവറിങ്ങാണ് സ്കിൻ. സ്കിന്നിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ശരീരത്തിൻ്റെ ആ കളറ്, സൗന്ദര്യം എല്ലാം നിശ്ചയിക്കുന്ന സ്കിന്നാണ്. പ്രായമായി കഴിയുമ്പോൾ നമുക്ക് സ്കിന്നൊക്കെ ചുക്കി ചുളിയും. ഇങ്ങർ ഏജായിട്ടിരിക്കുമ്പോൾ സ്കിൻ നല്ല തിളക്കമായിരിക്കും. സ്കിന്നിന് അതിൻ്റേതായ സൗന്ദര്യത്തിനും എല്ലാത്തിനും ഒരു പങ്കുണ്ട്. പിന്നെ നമ്മുടെ ഹീറ്റ് റെഗുലേഷൻ സ്കിന്നിലാണ്. സ്കിന്നിലെല്ലാം ഹെയർ ഉണ്ട്. ആ ഹെയർ ഫോളിക്കിൾസ് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പം ടെമ്പറേച്ചർ റെഗുലേഷൻ നമുക്കറിയാം സ്കിന്നാണ്. കൂടുതൽ ഇപ്പം നമ്മൾ വെയിലേക്കുള്ളപ്പോൾ വേർക്കും, ശരീരം ചൂടാവുമ്പം വേർക്കുമ്പം ഈ വേർപ്പ് ആവിയായി പോകാൻ വേണ്ടി ടെമ്പറേച്ചർ നമ്മുടെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കും. അതുപോലെ പനിയൊക്കെ വരുമ്പോഴും പനി മാറാൻ നേരത്ത് വേർക്കുകളുടെ പനി മാറുന്നു. നമുക്കറിയാം സ്കിന്നിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പം ഈ സ്കിന്നെന്ന് പറഞ്ഞാൽ ഈ ഔട്ടർ ലെയർ എപ്പോഴും ഇതിനെ പൊയ്ക്കൊണ്ടിരിക്കും. റീജനറേഷൻ വന്നുകൊണ്ടിരിക്കും. സ്കിന്നിന് ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മറ്റൊക്കെ ഞാൻ പറഞ്ഞിരുന്നപ്പോൾ ഞാൻ സ്കിൻ ഇൻഫെക്ഷൻസിനെ പറ്റിയാണ് പറയുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഇൻഫെക്ഷനാണ് ബോയിൽ, BOIL, ബോയിൽ അല്ലെങ്കിൽ ഫരങ്കിൾ. അത് നമ്മുടെ ഹെയർ ഫോളിക്കിളിൽ വരുന്ന ഇൻഫെക്ഷനാണ്. ഹെയർ, നമ്മുടെ ശരീരത്തിലെല്ലാം ഹെയർ ഉണ്ടല്ലോ, ആ ഹെയർ. അപ്പം സ്റ്റെഫൈലോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ്. അത് ഹെയർ ഫോളിക്കിളിനെയാണ് ബാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഫോളിക്കിൾസിൻ്റെ 4 ചെറിയ വീക്കമൊക്കെ കാണും. അത് കഴിഞ്ഞാൽ അത് പഴുത്ത് പഴുപ്പ് പോലെ വരും, കുമിള പോലെ നിൽക്കും പഴുപ്പ്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ സൂചിയുണ്ട്, ഒരു ചിറയിൽ നീഡിലുണ്ട് പൊട്ടിക്കാവുന്നുള്ളത്. അപ്പം നടുക്കൊരു സെൻട്രൽ ആയിട്ടൊരു ഭാഗത്ത് രക്തഓട്ടം ഇല്ലാത്തതുകൊണ്ട് ഒരു നെക്രോസിസ് ഏരിയ കാണും. പെയിൻഫുള്ളായിരിക്കും, വളരെ വേദനയുള്ളതാണ്. പിന്നെ നമ്മൾ തൊട്ട് നോക്കിയാൽ ഭയങ്കര തടുപ്പ് കാണും, ഇൻഡുറേഷൻ കാണും. 2-3 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അത് തന്നെത്താനെ പൊട്ടി അതിൻ്റെ പഴുപ്പിന് വെളിയിൽ പോയിട്ട് ഒരു പൊരിക്ക പോലെ വരും, ഒരു സ്കാർ പോലെ വരും. ചിലപ്പോൾ അതിനകത്ത് സ്ലഫ് കാണും. അങ്ങനെയാണെങ്കിൽ ആ പൾസരത്ത് കളഞ്ഞാൽ മതി, അത് ഹീൽ ചെയ്യും. സാധാരണ രീതിയിൽ വലിയ കുഴപ്പമൊന്നും വരത്തില്ല. സ്റ്റെഫൈലോകോക്കസ് കൊണ്ടുള്ള ഈ ബോയിൽ ഇത് തന്നെത്താനെ മാറും. പിന്നെ ഇത് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനുകൾ നോക്കണം. പേഷ്യൻ്റ് രോഗപ്രതിരോധ ശക്തി കുറവാണ്, ഡയബറ്റീസ് ഉണ്ട്, പിന്നെ മാൽന്യൂട്രീഷൻ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിലാണെങ്കിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ സാധാരണ ബോയിൽ വരുന്നത് ഈ ബാക്ക് ഓഫ് നെക്ക്, കഴുത്തിൻ്റെ പുറകുവശത്ത്, ഈ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിൽ. പിന്നെ മലദ്വാരത്തിൻ്റെ ചുറ്റുപാടുമൊക്കെ വരാം സാധ്യതയുണ്ട്. അതാണെങ്കിൽ പഴുത്ത് പൊട്ടിയ ഫിസ്റ്റുലയൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചെവിയിൽ വരാൻ സാധ്യത, ഇയർ ലോബിൽ. പിന്നെ ഇയർ ലോബിലൊക്കെ വന്നാൽ ഭയങ്കര പെയിനായി. ചിലപ്പോൾ മൂക്കിനകത്താണെങ്കിൽ ഭയങ്കര പെയിനായി. അപ്പോൾ നോർമൽ കോഴ്സിന് ഒരാഴ്ച അല്ലെങ്കിൽ 3-4 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ മാറാതിരിക്കാൻ ചില കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത. ഉദാഹരണം സെല്ലുലൈറ്റിസ് എന്ന് വെച്ചാൽ ഈ ഹെയർ ഫോളിക്കിളിൻ്റെ ചുറ്റുപാടുമൊന്ന് ഭയങ്കര വീക്കം വന്ന് നീര് വരിക, അവിടെ നിന്ന് ഇൻഫെക്ഷൻസ് പറ്റി അടുത്ത ഹെയർ ഫോളിക്കിളിൽ പറ്റും. അങ്ങനെ കൂടുതൽ ഹെയർ ഫോളിക്കിളിൽ ഇൻഫെക്ഷൻ വരും. പ്രത്യേകിച്ചും നമ്മുടെ കക്ഷത്ത്, ആച്ചിലയിലും ഈ പ്യൂബിക് റീജിയനിലുമൊക്കെ അടുത്തടുത്തടുത്ത് ഒരുപാട് രോമമുള്ളതുകൊണ്ട് അവിടെ ഒരു രോമത്തിൻ്റെ ഹെയർ ഫോളിക്കിളിൽ മറ്റൊരു രോമത്തിൻ്റെ ഹെയർ ഫോളിക്കിളിൽ വന്ന് മൊത്തത്തിലുള്ള ഇൻഫെക്ഷൻ, ഹൈഡ്രഡനൈറ്റിസ്. അതുപോലെ ഈ കണ്ണിൻ്റെ ഐലാഷ് വിരിയത്തിലുള്ള രോമത്തിൽ ഇൻഫെക്ഷൻ വന്നാൽ അതാണ് സ്റ്റൈ എന്ന് പറയുന്നത്. സ്റ്റീവൈ അല്ലെങ്കിൽ
ഈ സ്റ്റൈ എന്ന് പറയുന്നത് മലയാളം കൺകുരു എന്ന് പറയും. കൺകുരു അത് പൊട്ടിച്ച് കളയുന്നത് കണ്ണ് ഡോക്ടർമാർ പൊട്ടിച്ചില്ല, അല്ലാത്തവർക്ക് പൊട്ടിച്ചില്ല. അതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ജനറൽ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യുക, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക, മാൽന്യൂട്രീഷൻ ഉണ്ടെങ്കിൽ മാൽന്യൂട്രീഷൻ എന്ന് വെച്ചാൽ ആഹാരത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന അസുഖത്തിനാണ് മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പം വലുതായിട്ടിരിക്കുകയാണ് പഴുപ്പ് അതിനകത്തുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് നിക്കിട്ട് ഒരു ബ്ലേഡ് കൊണ്ട് ഒരു സർജിക്കൽ ബ്ലേഡ് കൊണ്ട് നിക്കിട്ട് പഴുപ്പ് കളയുക. പിന്നെ അല്ലെങ്കിൽ ആ ഹെയർ അങ്ങ് തയ്യിക്കാണെങ്കിൽ ആ ഹെയർ അങ്ങ് എടുത്ത് കളയും. ഈ കൺകുരുവിനാണെങ്കിൽ ആ ഹെയർ ഫോളിക്കിൾ ആ ഐലാഷിൻ്റെ ഹെയർ കൂടെ അങ്ങ് എടുത്ത് കളയും. പിന്നെ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണം. സ്റ്റെഫൈലോകോക്കസ് ആണെങ്കിൽ മിക്കവാറും പസ് ഉണ്ടെങ്കിൽ പസ് കൾച്ചറൽ സെൻസിറ്റിവിറ്റിക്ക് അയച്ചിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും. സാധാരണ ഇതിൽ ക്ലോക്സാസിനോ അമോക്സിലിൻ ക്ലോക്സാസിനോ അല്ലെങ്കിൽ അമോക്സിലിൻ ക്ലാവുലാനിക് പോലുള്ള ഗുളിക കൊടുത്താൽ മതി. പിന്നെ ആ ഏരിയ നല്ലപോലെ ക്ലീൻ ചെയ്യണം. ഇതൊക്കെയാണ് ബോയിൽ എന്ന് പറയുന്നത്. എല്ലാ ആളുകൾക്കും എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം വന്നിട്ടുള്ള അസുഖം ബോയിൽ. നമ്മൾ ഈ ചൊറിയും ചിരങ്ങും എന്ന് പറയുന്ന ആ ചിരങ്ങാണ് ഈ ബോയിൽ. പിന്നെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള മറ്റൊരു രോഗമാണ് കാർബങ്കിൾ. അത് പ്രത്യേകിച്ചും ഡയബറ്റീസ് ഉള്ള ആളുകൾക്കാണ് വരുന്നത്. ഒബീസായിട്ടുള്ള വണ്ണം ഒരുപാടുള്ള ഡയബറ്റീസ് പേഷ്യൻ്റ് എപ്പോഴും വേർക്കൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ആണ് വരുന്നത്. അത് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിലാണ് ഇൻഫെക്ഷൻ. സ്കിന്നിലുമുണ്ട്, സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിൽ ഇൻഫെക്ഷൻ ഉണ്ട്. അത് സ്പ്രെഡിങ് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷനാണ്. അത് സാധാരണ കഴുത്തിൻ്റെ പുറകുവശത്ത് മുതുകത്തൊക്കെയാണ് വരുന്നത്. മുതുകത്ത് എന്ന് പറഞ്ഞാൽ മുതുകിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും രക്തഓട്ടം കുറഞ്ഞ ഭാഗമാണ് ഈ മുതുക അല്ലെങ്കിൽ ബാക്ക് ഓഫ് ചെസ്റ്റ്. അത് ഭയങ്കര പെയിൻഫുള്ളായിരിക്കും, വേദനയാണ്. ഇൻഡുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയായിരിക്കും പിടിച്ച് നോക്കിയാൽ. മാത്രമല്ല ആ സ്കിന്നെല്ലാം അങ്ങ് ചുമന്ന്. അപ്പം അത് തന്നെത്താനെ ചിലപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ പഴുപ്പും ചിലവൊക്കെ വരും. അതിൻ്റെ അടുത്തത് പൊട്ടും. അങ്ങനെ മൾട്ടിപ്പിളായിട്ട് പൊട്ടാൻ സാധ്യതയുണ്ട്. അത് വളരെ പ്രയാസപ്പെട്ടതാണ്. ഡയബറ്റീസ് ഉള്ളവർക്കാണ് അങ്ങനെ വരുന്നത്. അത് നമ്മൾ സാധാരണ ഓപ്പറേഷൻ ചെയ്യുന്നത് ഒരു ക്രൂഷിയേറ്റ് ഇൻസിഷൻ എന്ന് വെച്ചാൽ കുരിശിൻ്റെ ഷേപ്പിലെ ഇൻസിഷൻ. കാരണം പസ് ഒരു വശത്ത് വന്ന് അടിഞ്ഞു കൂടിയിരിക്കുകയല്ല, അത് സ്പ്രെഡിങ്ങാണ്. നമ്മൾ നല്ല നീളത്തിന് കുറുകയും നെടുകയും ഇൻസിഷനായിട്ട് നല്ലതുപോലെ പിരിക്കി കളഞ്ഞാലേ പഴുപ്പെല്ലാം പോകത്തുള്ളൂ. ആൻറ്റിബയോട്ടിക്സ് വളരെ നേരത്തെ തുടക്കത്തിൽ തന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്ത, പ്രത്യേകിച്ച് IV ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്ത ഈ ഇൻസിഷൻ ഡ്രെയിനേജിൻ്റെ ആവശ്യം വരത്തില്ല. അത് പെട്ടെന്ന് കാര്യം. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാം. ഡിസറൻ മാക്ഷൻ വെച്ച് നമ്മൾ സാറിന് ഡ്രസ്സ് ചെയ്ത് ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് വേദനയ്ക്കുള്ള ഗുളികൾ കൊടുത്താൽ മാറുന്ന ഒരു അസുഖമാണ്. പക്ഷേ പേഷ്യൻ്റ് നമ്മുടെ വരുന്നത് ആ സ്റ്റേജൊക്കെ കഴിഞ്ഞ് പഴുത്ത് കൂടുതൽ ഒരു രക്ഷയുമില്ല എന്നുള്ള സ്റ്റേജ് ആകുമ്പോഴാണ് വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഡയബറ്റീസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഡയബറ്റീസ് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ പേഷ്യൻ്റ് മിക്കവാറും ആശുപത്രി കിടത്തേണ്ടി വരും. ഇൻസിഷൻ ഞാൻ പറഞ്ഞ പോലെ ക്രൂഷിയേറ്റ് ഇൻസിഷനായിട്ട് കുരിശിൻ്റെ ഷേപ്പിലുള്ള ഇൻസിഷനായിട്ട് നല്ലപോലെ പിറ്റിക്കൾ മരുന്ന് വെച്ചിട്ട് കുറക്കാൻ കുറച്ച് സമയമെടുക്കും. അതാണ് കാർബങ്കിൾ. ഇനി അടുത്തത് കാർബങ്കിളിൻ്റെ ഡെഫിനിഷൻ അതാണ് ഇൻഫെക്റ്റീവ് ഗാംഗ്രീൻ ഓഫ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ അടിയിലുള്ള ടിഷ്യൂസിലാണ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. അടുത്തത് ലൂപ്പസ് വൾഗാരിസ്. ലൂപ്പസ് വൾഗാരിസ് എന്ന് പറഞ്ഞാൽ ട്യൂബർക്ലോസിസ് ഉണ്ടാകുന്നതാണ്. അത് മിക്കവാറും 10-25 വയസ്സിന് പ്രായമുള്ള ആളുകൾക്കാണ് വരുന്നത്. കൂടുതലും വരുന്നത് മുഖത്താണ്. അത് ക്യൂട്ടേനിയസ് നോഡ്യൂളായിട്ടാണ് വരുന്നത്. നോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ചെറിയ മുഴയായിട്ടാണ് വരുന്നത്. അത് സറൗണ്ടിങ്സിലൊക്കെ ഇങ്ങനെ വരും. അപ്പം ആപ്പിൾ ജെല്ലി അപ്പിയറൻസാണ് അതിൻ്റെ അകത്തുള്ളത്. ചിലപ്പോൾ വെള്ളം പോലെ ഞാൻ പൊങ്ങി നോഡ്യൂൾ പോലെ വരും. അത് ചിലപ്പോൾ പൊട്ടിക്കഴിയുമ്പോൾ നമ്മളൊരു ഗ്ലാസ്സിലേക്ക് വെച്ചൊന്ന് പ്രഷ് ചെയ്താൽ നമുക്ക് അതിനകത്ത് ആപ്പിൾ ജെല്ലി അപ്പിയറൻസ് കാണാം. പൊട്ടിക്കഴിഞ്ഞാൽ ഒരു അൾസറാകും. ആ അൾസർ ഒരുപാട് കാലം എടുത്താലേ പൊറുക്കത്തുള്ളൂ. ട്യൂബർക്ലോസിസും കൂടെ ട്രീറ്റ് ചെയ്താലേ അത് മാറത്തുള്ളൂ. അപ്പോൾ ഭാവിയിൽ അതിനകത്ത് എപ്പിത്തീലിയോ സ്ക്വാമസ് സെൽ കാഴ്ച വരാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് ആൻറ്റി-TB ഡ്രഗ്സ് കൊടുത്തിട്ട് മാറിയില്ലെങ്കിൽ നമ്മളത് എക്സസൈസ് ചെയ്ത് എടുത്ത് കളയണം. അതായത് അത്രയും ഭാഗത്തെ ടിഷ്യൂ എടുത്ത് കളഞ്ഞിട്ട് വേറെ സ്കിൻ ഗ്രാഫ്റ്റ് ഉണ്ട്. അതാണ് ലൂപ്പസ് വൾഗാരിസ്. അത് ട്യൂബർക്ലോസിസ് ഉണ്ടാകും. പിന്നെ വേറെ ഒരു സ്കിൻ കണ്ടീഷനാണ് ഇംപെറ്റൈഗോ. അതൊരു ഇൻട്രാഡെർമൽ ഇൻഫെക്ഷനാണ്. എന്ന് വെച്ചാൽ സ്കിന്നിൻ്റെ അകത്തുള്ളൊരു ഇൻഫെക്ഷനാണ്. എക്സ്റ്റേണൽ ലെയറിലുള്ളതാണ് ഈ ബോയിലൊക്കെ. ഇത് ഇൻട്രാഡെർമലാണ്. ഇത് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ. സ്റ്റെഫൈലോകോക്കസ് പോലെ ഒരു ഗ്രാം പോസിറ്റീവ് കോക്കയാണ് സ്ട്രെപ്റ്റോകോക്കസ്. അതൊരു ബുള്ളസ് ലീഷനാണ്. ബുള്ളസ് എന്ന് വെച്ചാൽ പൊങ്ങിയിരിക്കും, വെള്ളം പോലെ പൊങ്ങിയിരിക്കുന്ന ലീഷനാണ്. അത് ചിലപ്പോൾ തന്നെത്താനെ റപ്ചർ ചെയ്യും, അപ്പോൾ പൊട്ടും. അപ്പം ഒരു അൾസർ പോലെയാണ്, ഒരു എറോഷൻ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊരു പൊരിക്ക വരും. അപ്പോൾ അത് ഭയങ്കര കണ്ടേജിയസാണ്. അത് ഒരാൾക്ക് ഈ അസുഖം വന്നാൽ മറ്റേ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ, കൂടെ ഉള്ള ആളുകൾക്ക് വരും. ഉദാഹരണത്തിന് ഫുട്ബോൾ കളിക്കുന്ന അല്ലെങ്കിൽ
ബോൾ കളിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ മറ്റും കളിക്കുന്ന ആൾക്കാരൊക്കെ വരാൻ പറ്റും. അതിനുകൊണ്ട് സീറം പോക്സ് എന്ന് പേരാണ്. ഫുട്ബോൾ ടീമിലുള്ള ഒരാൾക്ക് വന്നാൽ മറ്റുള്ളവർക്കും വരാൻ സാധ്യത, എതിർ ടീമിലുള്ള ആൾക്ക് വേണമെങ്കിലും വരാം. ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കെയർഫുൾ വാഷിംഗ് ഓഫ് ദ ഫേസ്. മിക്കവാറും ഫേസിലാണ് വരുന്നത്. പറ്റേ ഫേസ് നല്ലപോലെ വാഷ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ക്രസ്റ്റ് എടുത്ത് കളയണം. പിന്നീട് യൂസ് ഹെക്സാക്ലോറോഫിൻ സോപ്പ് കിട്ടും. ഹെക്സാക്ലോറോഫിൻ സോപ്പും അതിൻ്റെ ലോഷൻ അത് ഉപയോഗിച്ച് കഴുകി കളയുക. എന്നിട്ട് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക. ഇതും ഇൻഫെക്റ്റ്, അതും സ്കിൻ ഇൻഫെക്ഷൻ. ഇത്രയാണ് കോമൺ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്. ഇനി എനിക്ക് ഇതോടൊപ്പം തന്നെ വേറൊരു കുറച്ച് കാര്യങ്ങളുണ്ട്. അൾസേഴ്സ് എന്നപ്പോൾ അൾസർ ഈ ഇൻഫെക്ഷനാണല്ലോ അൾസർ. അപ്പോൾ ഈ നോഡ്യൂൾ പോലെ വന്നത് പൊട്ടിക്കഴിഞ്ഞാൽ അൾസറാണ്. ഒരാൾ ഒരുപാട് നാൾ ഒരു പരാലിസുള്ള ഒരാൾ സ്ഥിരമായി കിടക്കുകയാണ്. അപ്പോൾ കുറച്ച് ഭാഗം തന്നെ പ്രഷർ ഒരുപാട് നാൾ ഒരേ സ്ഥലം തന്നെ വെറ്റി കിടക്കുമ്പോൾ അയാൾക്ക് ആ പ്രഷർ സോഴ്സ് വരും, വെക്സോർ വരും. അതും അൾസറാണ്. അങ്ങനെ അൾസർ എന്ന് പറഞ്ഞാൽ ആ എപ്പിത്തീലിയത്തിന് സാധാരണ നമ്മുടെ സ്കിന്നിന് എവിടെയെങ്കിലും ഒരു കണ്ടിന്യൂറ്റിക്ക് ഒരു കുറവ് വരുമ്പോൾ അത് സ്കിൻ കംപ്ലീറ്റ് ആണ്. ഇവിടെ ഏതൊക്കെ ഭാഗത്തിൽ കട്ട് വീഴുക, ഒരു കട്ടിങ് വരും, അല്ലെങ്കിൽ മുറിയുക, അല്ലെങ്കിൽ വരയുക, അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഇൻസിഷൻ ഇടുക, ഓപ്പറേഷൻ ചെയ്യപ്പെടുക. അപ്പം എവിടെയെങ്കിലും ഒരു ആ സ്കിന്നിൻ്റെ ലെവലിൽ എവിടെയെങ്കിലും ഒരു ഇൻ്ററപ്ഷൻ വരുമ്പോഴാണ്, ഒരു കണ്ടിന്യൂവേഷന് എന്തെങ്കിലും കുറവ് വരുമ്പോഴാണ് ഈ അൾസർ വരുന്നത്. അതായത് സർഫസ് എപ്പിത്തീലിയം അങ്ങ് ഡിസ്ട്രോയിഡ് ആകും. അപ്പോൾ അതിനകത്ത് ഒരു അൾസർ പോലെ വന്ന് അതിനകത്ത് ഗ്രാനുലേഷൻ ടിഷ്യൂ കൊടുക്കണം. അപ്പോൾ ഈ അൾസറിന് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് നോൺ സ്പെസിഫിക് അൾസർ, സാധാരണ കാണുന്നതൊക്കെ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള അൾസർ. പിന്നെ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അൾസർ വരാം. ഉദാഹരണം സിഫിലിസ് ഉള്ള ആളുകൾ സിഫിലിറ്റിക് അൾസർ, അല്ലെങ്കിൽ ഷാങ്കർ വരാം, റോഡൻ്റ് അൾസർ. അതൊരു കാരണമാണ്. പിന്നെ നോൺ സ്പെസിഫിക് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ നമുക്ക് കൈയൊന്ന് മുറിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കയ്യൊന്ന് മുറിയുക, അല്ലെങ്കിൽ ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് വന്ന് മുറിവുണ്ടായി, അത് പഴുക്കുന്നതിനാണ് നോൺ സ്പെസിഫിക് ഇൻഫെക്ഷൻ. പിന്നെ സ്പെസിഫിക് ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും രോഗത്തിൻ്റെ ഭാഗമായിട്ട്, എക്സാമ്പിൾ റോഡൻ്റ് അൾസർ, സിഫിലിസ്, സ്ക്വാമസ് സെൽ കാർഡ്സ്, അതൊക്കെ അൾസറായിട്ടാണ്. പിന്നീട് കാപ്പോസി സാർക്കോമ ചിലപ്പോൾ അൾസറായിട്ട് വരും. മാലിഗ്രൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കാപ്പോസി സാർക്കോമ, റോഡൻ്റ് അൾസർ, ഇതൊക്കെ മാലിഗ്രൻ്റാണ്. ഇനി ഈ ഇൻഫെക്ഷൻ വരുന്നതിൻ്റെ ഒരു കാരണം ലോക്കൽ ഇറിറ്റേഷൻ കൊണ്ട് ഇൻഫെക്ഷൻ വരാം. ഉദാഹരണം മെത്സോർ ലോക്കൽ ഇറിറ്റേഷനാണ്. ഇനി എന്താണ് അതിൻ്റെ ക്ലിനിക്കലായിട്ട് നമ്മൾ അൾസറിന് നോക്കുമ്പോൾ നമ്മൾ ഡോക്ടർ അൾസറിന് ചുമ്മാ പറഞ്ഞു നമ്മൾ നല്ലതുപോലെ പരിശോധിച്ച് വെച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ കോസ് കണ്ടുപിടിക്കാം. നമ്മൾ ഉദാഹരണം അതിൻ്റെ സൈറ്റ് എവിടെയാണെന്ന് നോക്കാം. ഇപ്പോൾ റോഡൻ്റ് അൾസറാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഫേസിലാണ് വരുന്നത്. നമ്മളിങ്ങനെ ആംഗിളിൻ്റെ അവിടെ ആംഗിളത്തെ മുഖത്തിൽ നിന്ന് ഇയർ ലോബിലോട്ട് വരച്ച് അതിൻ്റെ മുകളിലായിരിക്കും ഈ റോഡൻ്റ് അൾസർ സാധാരണത്തിൽ കാണുന്നത്. പിന്നീട് ലോവർ ലിപ്പിൽ ഒരു അൾസർ ഉണ്ടെങ്കിൽ അത് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്യാൻസർ ലിപ്പ്, ലോവർ ലിപ്പിലാണ് കൂടുതൽ. പിന്നെ ഷേപ്പ് ഓഫ് ദി അൾസർ ചിലപ്പോൾ സർക്കുലർ ആയിരിക്കും. റോഡൻ്റ് അൾസർ ആണെങ്കിൽ സർക്കുലർ ആയിരിക്കും. പിന്നെ അതിൻ്റെ എഡ്ജ് നോക്കണം. ഇവേർട്ടഡ് ആവാം, അണ്ടർമൈൻഡ് ആണെങ്കിൽ ട്യൂബർക്ലോസ് ആയിരിക്കും, ഇവേർട്ടഡ് ആണെങ്കിൽ ഇൻവേർട്ടഡ്, അങ്ങനെ രണ്ടും ഇവേർട്ടഡ് ആണെങ്കിൽ ക്യാൻസർ ആവാം. അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. പിന്നെ അതിൻ്റെ അൾസറിൻ്റെ സൈസ്, ഷേപ്പ്, സൈറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഫ്ലോർ നോക്കണം. അത് നല്ല ഒരു ഹീലിംഗ് അൾസർ ആണെങ്കിൽ ചുമന്ന ഗ്രാനുലേഷൻ ടിഷ്യൂ ആണ്, ചുമന്ന കുത്തായിട്ട് കാണും. ചിലപ്പോൾ അതിനകത്ത് വൈറ്റ് സ്ലഫായിരിക്കും കാണും, ചിലപ്പോൾ അതിനകത്ത് പസ്സായിരിക്കും കാണും. ഫ്ലോറ് നോക്കണം. പിന്നെ അതിൽ നിന്ന് ഡിസ്ചാർജ് വരും. അൾസർ ഇങ്ങനെ ഒലിക്കും. ചിലപ്പം പൂർണ്ണൻ്റെ ഡിസ്ചാർജ് ആണെങ്കിൽ പസ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന പറയാം. ചിലപ്പോൾ ബ്ലഡ് ഡിസ്ചാർജ് ആണെങ്കിൽ ചിലപ്പോൾ അത് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട്. ഗ്രീൻ കളറിലെ ഡിസ്ചാർജ്, ചിലപ്പോൾ നമ്മൾ ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് വെച്ച് പിറ്റേന്ന് അഴിക്കാൻ നോക്കുമ്പോൾ ഡ്രസ്സിങ് നിറച്ച് പച്ച കളറില്ല. അങ്ങനെയാണെങ്കിൽ സ്യൂഡോമോണാസ് ഈ പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ട്, അതിൻ്റെ കളർ, അതിൻ്റെ പിഗ്മെൻ്റാണ് ഈ പച്ച കളർ. പിന്നെ വാട്ടറി ഡിസ്ചാർജ് ആണെങ്കിൽ അത് ട്യൂബർക്ലോസ് അൾസർ ആവാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഈ അൾസർ നോക്കുമ്പോൾ കാലിലൊരു വെള്ളം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിൻ്റെ കഴല നോക്കണം, ലിംഫിനോട് നോക്കണം. പൊപ്ലീറ്റിൽ മുട്ടിൻ്റെ അകവശത്ത് ഈ അയൽഭാഗത്തുള്ള ഇൻക്യുബേറ്റർ ഗ്ലാൻഡ് ഒക്കെ പരിശോധിക്കണം. അതുപോലെ കയ്യിലൊരു അൾസറാണെങ്കിൽ ആക്സിലറി ഗ്ലാൻഡ് നോക്കണം. ഈ മൃദുവത്വം എവിടെയെങ്കിലും കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഈ സെർവൈക്കൽ ലിംഫിനോട് ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ പെയിൻഫുള്ളാണെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ഈ അൾസറിനെ ഇനി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പലതരത്തിലുള്ള അൾസറുണ്ട്. സ്കിന്നിൽ മാത്രമല്ല, അല്ലാതെ ശരീരത്തിൻ്റെ പല ഭാഗം. ഉദാഹരണം പെപ്റ്റിക് അൾസർ, സ്റ്റോക്കിനകത്തോ അല്ലെങ്കിൽ ഗ്ലൂഡിനൊക്കെ ഫസ്റ്റ് പാർട്ട് നമുക്ക് അൾസറിൻ്റെ അസുഖമുണ്ട്. വയറുവേദന, അൾസറിൻ്റെ അസുഖം, പെപ്റ്റിക് അൾസർ. രണ്ട് പ്രഷർ സോഴ്സ്, ബെഡ് സോഴ്സ്, പരാലിസൊക്കെ ആയിട്ട് ഒരേ ലെവലിൽ തിരിച്ചും മറിച്ചും കിടക്കണമെന്നൊക്കെ നമ്മൾ ഡോക്ടർമാരെ പറയും, പക്ഷേ അവർ കിടത്തത്തില്ല. അങ്ങനെ കിടന്നപ്പോൾ ആ കുറേ ഭാഗത്ത് ബെഡ് സോർ വരും, പൊട്ടും. പിന്നെ ഗ്രാവിറ്റേഷണൽ, അതായത് ഈ വേരിക്കോസ് വെയിനുള്ള അസുഖമുണ്ട്. വേരിക്കോസ് വെയിൻ ഞാൻ പണ്ടിട്ടുണ്ട്. വേരിക്കോസ് വെയിനുള്ള ആളുകൾക്ക് കാലിൽ എപ്പോഴും നിൽക്കുകയൊക്കെ ചെയ്യുന്ന ജോലിയാണ്. അവർക്ക് കാലിലൊരു വ്രണം വന്നാൽ ഒരിക്കലും പൊക്കത്തില്ല.
പ്രശ്നങ്ങളോളം നിൽക്കും. അതാണ് ഗ്രാവിറ്റേഷൻ അൾസർ. പിന്നെ സെക്കൻഡറി ഇൻഫെക്ഷൻ വരും. ഇൻഫെക്ഷൻ കൊണ്ട് അൾസർ ചെറിയൊരു മുറിവ് വന്നതിന് ശേഷം അത് പഴുത്ത് ഇൻഫെക്ഷൻ വരും. പിന്നെ ട്രോമാറ്റിക് ഭയങ്കരമായ ഇഞ്ചുറി, റോഡ് ട്രാഫിക് ആക്സിഡൻ്റൊക്കെ വന്ന് ഇഞ്ചുറി വന്നിട്ട് അതിൻ്റെ ഇൻഫെക്ഷൻ വരാം. പിന്നെ ന്യൂറോപ്പതിക് അൾസർ ഉണ്ട്. ഉദാഹരണത്തിന് ഞരമ്പ് എന്തൊക്കെ തയ്യാറാറുണ്ടെങ്കിൽ സെൻസേഷൻ നഷ്ടപ്പെടും. ഉദാഹരണം ലെപ്രസ്, കുഷ്ഠരോഗികൾക്ക് കൈയും കാലും ഒക്കെ ചിലപ്പോൾ ഇരുന്നങ്ങ് പോയാലും അവർ അറിയത്തില്ല, കാര്യം അവർക്ക് സെൻസേഷൻ ഇല്ല. അതുപോലെ ഡയബറ്റീസ് പേഷ്യൻറ്റ്, അവർക്ക് കാലിലൊന്നും സെൻസേഷൻ കാണത്തില്ല, പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ട്. അവർക്ക് മുറിവൊക്കെ വന്നാൽ അവർ ശ്രദ്ധിക്കില്ല. അതൊക്കെ ന്യൂറോപ്പതിക് അൾസറാണ്. പിന്നെ ഇയാട്രോജനിക് ഉണ്ട്. ഇയാട്രോജനിക് എന്ന് വെച്ചാൽ ആശുപത്രിയിൽ കിട്ടുന്നതാണ്. അപ്പോൾ IV ഫ്ലൂയിഡ് നമ്മൾ കാലിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ ആ കാലിൻ്റെ ഒക്കെ മാറിപ്പോയി, ബ്ലഡ് വെസലിൽ നിന്ന് മാറിപ്പോയി, ഫ്ലൂയിഡൊക്കെ കൂടെ അവിടെ അടിഞ്ഞുകൂടി അത് നീര് വന്ന് പഴുത്ത് പൊട്ടാൻ, അങ്ങനെയാണ് ഇയാട്രോജനിക് അൾസർ. പിന്നെ ഡെർമറ്റൈറ്റിസ് ആർട്ടിഫാക്റ്റ് എന്ന് പറഞ്ഞ് ഒരു അസുഖമുണ്ട്. അതും ഈ ചെറുതെ ആവശ്യമില്ലാതെ എപ്പോഴും ചൊറിയും ഒരേ സ്ഥലത്ത്. അതിൽ മാനസികമായ പ്രശ്നം കൊണ്ട് ചൊറിയും, അവിടെ അടഞ്ഞ് അവിടെ പോയി. ഇതാണ് ഡെർമറ്റൈറ്റിസ് ആർട്ടിഫാക്റ്റ്. ഇതാണ് നോൺ സ്പെസിഫിക് അൾസർ. ഈ സ്പെസിഫിക് ആയിട്ടുള്ള അസുഖങ്ങളുടെ അസുഖം, അതാണ് ഹെർപ്പീസ് സിംപ്ലക്സ്. അത് വൈറസ് രോഗമാണ്, അത് അൾസറാക്കാൻ പറ്റും. രണ്ട് ട്യൂബർക്ലോസ് അൾസർ, ട്യൂബർക്ലോസ് അതിൻ്റെ ട്യൂബർക്ലോസ്. പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അൾസർ വരാം, ചൊറിഞ്ഞ് പക്ഷേ അത് ആൻറ്റി ഫംഗൽ ഉപയോഗിച്ചാൽ അത് മാറും. പിന്നെ ഞാൻ പറഞ്ഞു സിഫിലിസ്, പ്രൈമറി ഷാങ്കർ എന്നാണ് എൻ്റെ പേര്. അൾസറാണ് വരുന്നത് ആദ്യമായിട്ട് ലിംഗത്തെയോ ലിംഗത്തിൻ്റെ അഗ്രഭാഗം. പിന്നെ മാലിഗ്രൻ്റ് അൾസർ, റോഡൻ്റ് അൾസർ, ഇപ്പിത്തീലിയോയിഡ്, ഇപ്പിത്തീലിയം, അങ്ങനെയുള്ള അൾസർ. ഇതൊക്കെയാണ് അൾസറിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വന്നു. അപ്പോൾ നമുക്കിത് ക്രോണിക് ആയപ്പോൾ 2-3 ദിവസമാണെങ്കിൽ പ്രശ്നമില്ല. പസ് ഉണ്ടെങ്കിൽ ഇതോളം ആ പസ് എടുത്ത് കൾച്ചറായിട്ട് സെൻസിറ്റിവിറ്റിക്ക് പരിശോധിക്കുക. അതല്ല ക്രോണിക് അൾസറാണെങ്കിൽ അതിൻ്റെ എഡ്ജ് എടുത്ത് പരിശോധിച്ച് ബയോപ്സിക്ക് അയക്കും നോക്കുമ്പോൾ അതിനകത്ത് വല്ല മാലിഗ്നൻസി ഉണ്ടോ, ക്യാൻസറിൻ്റെ ലക്ഷണം ഉണ്ടാകുന്നത്. അതുപോലെ അസസ്മെൻറ്റ്, ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ എഡ്ജ് എങ്ങനെയാണ്, അതിൻ്റെ ബേസ് എങ്ങനെയാണ്, ഗ്രാനുലേഷൻ ടിഷ്യൂ ആണോ, ഇത് പസ്സാണോ, സ്റ്റഫാണോ, അതിൽ സെൻസേഷൻ ഉണ്ടോ, അതിൻ്റെ അടുത്തുള്ള നെർവ്സിനൊക്കെ സെൻസേഷൻ ഉണ്ടോ, ഇതെല്ലാം നോക്കണം. അപ്പോൾ ട്രീറ്റ് ദ അണ്ടർലൈയിങ് കോസ്. അതായത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലെപ്രസിയിൽ അൾസർ ആണെങ്കിൽ നമ്മൾ ചുമ്മാ അൾസർ ചികിത്സിച്ചിട്ട് കാര്യമില്ല. ലെപ്രസിക്ക് മറ്റും ട്യൂബർക്ലോസ് ആണെങ്കിൽ ട്യൂബർക്ലോസ്, ഡയബറ്റീസ് കൺട്രോൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാരണം കണ്ടുപിടിക്കണം. അല്ലാത്ത സെക്കൻഡറി ചുമ്മാ ഉള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ ഡ്രസ്സിങ് ചെയ്യുക, ക്ലീൻ ആൻഡ് ഡ്രസ്സിങ് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ബീറ്റാഡിൻ സൊല്യൂഷനോ അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡൊക്കെ ഒഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സ്ലഫൊക്കെ, ആദ്യം ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുമ്പോൾ സ്ലഫൊക്കെ പതഞ്ഞ് വരും. അത് കഴിഞ്ഞ് നോർമൽ സൊല്യൂഷൻ ഒഴിച്ച് അത് കഴുകുക. പിന്നെ ബീറ്റാഡിൻ സൊല്യൂഷൻ ഒഴിച്ച് കഴുകുക. പിന്നെ ഗ്ലിസറിൻ മാക്സൽ ഫ്രീ, അതൊക്കെ ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ് ഒക്കെ ഗ്ലോസ് ഡ്രസ്സിങ് ചെയ്യുമ്പോൾ ഒരു കാര്യമില്ല. യാതൊരു കാരണവശാലും ഈ ഡ്രസ്സിങ് ഡ്രൈ ആവാൻ പാടില്ല. കാര്യം നമ്മളിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഇളക്കുമ്പം അത് സ്മൂത്തായിട്ടാണെങ്കിൽ ഇളക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ ഇളക്കുന്നതിന് ശേഷം നമ്മൾ നോർമൽ സൈഡെല്ലാം ഒഴിച്ച് പിന്നെ അത് വെറ്റാക്കിയതിന് ശേഷമേ ഇളക്കാം. അപ്പോൾ ഡ്രസ്സിങ് വളരെ ശ്രദ്ധിക്കണം. മാത്രമല്ല സ്റ്റെറൈൽ പ്രിക്കോഷൻസിനാണ് ഡ്രസ്സ് ചെയ്യണം. പല ആളുകളും നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ അത് അഴിഞ്ഞു പോയി, ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് പഞ്ഞി എടുത്ത് വെച്ചുകൊണ്ട് പോകുന്നു പേഷ്യൻ്റ് പറയുന്നതാണ്. നമ്മളാണ് ആട്ടോക്ലേവ് ചെയ്ത സാധനമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കൈകൊണ്ടല്ല ചെയ്യുന്നത്. RT ഫോർസെപ്സും അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് എല്ലാം സ്റ്റെറിലൈസ്ഡ് ആയിരിക്കും. ആ സ്റ്റെറിലൈസ്ഡ് ഇൻസ്ട്രുമെൻ്റ് വെച്ച് സ്റ്റെറൈൽ ടെക്നിക്കിൽ ചെയ്ത് അവസാനം ഗോസ്, അതിൻ്റെ ഓയിൻമെൻറ്റ് ഗോസൊക്കെ സ്റ്റെറൈൽ ഗോസൊക്കെ വെച്ച് ഡ്രസ്സ് ചെയ്ത് കൊടുത്ത് പേഷ്യൻ്റ് അത് അഴിച്ച് കളഞ്ഞു. ഞങ്ങൾ വീട്ടിൽ ചെയ്താൽ മതിയോ എന്നൊക്കെയാണ് പല പേഷ്യൻറ്റും. ഡ്രസ്സിങ്ങിന് വലിയ കാര്യമാണ്. ഇത്രയാണ് എനിക്ക് അൾസറിനെ പറ്റി പറയാനുള്ളത്. ഇന്നത്തെ 18 മിനിറ്റായി. അപ്പം ഞാൻ ഇന്ന് പിന്നെ സ്കിൻ ഇൻഫെക്ഷൻസിനെ പറ്റി, അൾസറിനെ പറ്റിയാണ് പറഞ്ഞത്. മിസലേനിയസ് കണ്ടീഷൻസ് എന്ന സ്കിൻ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നാളെയോ മറ്റന്നാളോ കിട്ടുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാരുടെ പറയുക. ഞാൻ ഹെൽത്ത് പരമായൊരു വീഡിയോ കാണാം. അപ്പം ഞാൻ സാധാരണ ഹോസ്പിറ്റലിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. എനിക്കൊരുപാട് ടെക്നിക്കൽ നോഹമൊന്നുമില്ല ഇത് ചെയ്യാം. അതുകൊണ്ട് ഡയഗ്രാംസും പടങ്ങളും ഒന്നും ഞാൻ ഇടുന്നില്ല. ഞാൻ ഒരു പ്രഭാഷണം പോലെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായി കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടും, നിങ്ങൾക്ക് കിട്ടും. ഇന്ന് 296-ാമത്തെ വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഇട്ടത്. താങ്ക് യു വെരി മച്ച്.